പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത് 12,000 സാളഗ്രാമ ശിലകളെ കൊണ്ടാണ്. ഈ സാളഗ്രാമം വീട്ടിൽ സൂക്ഷിക്കാൻ പാടുണ്ടോ? ഈ സാളഗ്രാമം ഉണ്ടെങ്കിൽ ഇതൊന്നും വേണ്ട. പ്രാണപ്രതിഷ്ഠ ചെയ്യപ്പെട്ട വിഷ്ണു വിഗ്രഹമാണ് സാളഗ്രാമം. വിഷ്ണുവിൻ്റെ അതേ ചൈതന്യങ്ങൾ സാളഗ്രാമത്തിലുണ്ട്. 12 സാളഗ്രാമം കയ്യിൽ സൂക്ഷിച്ചാൽ ഒരു മഹാക്ഷേത്രത്തിന് തുല്യമാണെന്നാണ്. സാളഗ്രാമം ഒരു അവസാദ ശില, ഫോസിൽ സ്റ്റോൺ ആണ്. അതായത് അമ്മോണൈറ്റ് ക്രിസ്റ്റലായിട്ടാണ് അമ്മോണൈറ്റ് ഫോസിലായിട്ടാണ് നമ്മൾ പൊതുവെ കണക്കാക്കാറ്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു ജീവിയുടെ ഫോസിലാണ് സാളഗ്രാമം എന്ന് പറയുന്നത്. വളരെ ദുർഘടമാണ്. നമുക്ക് സാധാരണ കിട്ടുന്നതെല്ലാം തന്നെയും ഈ ദാമോദർ കുണ്ടും അവിടെ ഗണ്ഡകി നദിയുടെ ഉത്ഭവസ്ഥാനാണ്. അവിടെ നിന്നാണ് സാളഗ്രാമം കിട്ടുന്നത്. ആ സാളഗ്രാമം കൊണ്ടുവന്നിട്ട് അതുകൊണ്ട് വിഗ്രഹങ്ങൾ ഉണ്ടാക്കാറുണ്ട്. അപ്പം ഇദ്ദേഹത്തിൻ്റെ വീട്ടിലിരിക്കുന്ന സാളഗ്രാമം എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടം തോന്നി. ഞാൻ മോഷ്ടിച്ചുകൊണ്ട് പോയാലും അതിന് പാവമില്ല, അത്ര എന്നെ പരിപാലിച്ചാൽ മതി. ഇതെങ്ങനെ സംഭവിച്ചെന്ന് ചോദിച്ചപ്പം രാജാവ് നിവേദിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ രാജാവ് എല്ലാം കൊണ്ടുവയ്ക്കുന്നു, സാധാരണ പോലെ മന്ത്രപരിഷേകം ചെയ്യുന്നു, പ്രാണാഹുതി ചെയ്യുന്നു. അപ്പം ഇയാൾ പറഞ്ഞു ഇങ്ങനെയല്ല. നേരത്തെയൊക്കെ ഇത് കണ്ടാൽ മനസ്സിലാക്കുന്ന അത്രയും തപസ്വികളായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് അത്രയും ആളുകളൊന്നും അവൈലബിൾ അല്ല. അത്രയും. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് രാജേഷ് ശർമ്മയാണ്. നമസ്കാരം ചേട്ടാ. നമസ്കാരം ചേട്ടാ. ഒരുപാട് ആളുകൾക്ക് നമ്മുടെ കമൻറ്റ് ബോക്സിലാണെങ്കിലും വന്ന് ഒരുപാട് സംശയങ്ങൾ ചോദിക്കാറുണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ചോദിക്കുന്ന സംശയമാണ് സാളഗ്രാമത്തെ പറ്റി. ഈ സാളഗ്രാമം വീട്ടിൽ സൂക്ഷിക്കാൻ പാടുണ്ടോ? അല്ലെങ്കിൽ സാളഗ്രാമത്തെ പൂജിക്കുകയാണെങ്കിൽ, വീട്ടിൽ വെച്ച് പൂജിക്കുകയാണെങ്കിൽ എന്തെങ്കിലും വിഷയങ്ങളുണ്ടോ? എന്താണ് യഥാർത്ഥത്തിൽ ഈ സാളഗ്രാമം? എങ്ങനെയാണ് അതിനെ നമ്മൾ പൂജിക്കേണ്ടത്? അല്ലെങ്കിൽ അതിനെ നമ്മൾ എങ്ങനെയാണ് പരിപാലിക്കേണ്ടത്? എല്ലാ വൈഷ്ണവ പൂജാ പദ്ധതിയിൽ ഏറ്റവും പ്രാധാന്യമുള്ള ഒരു വസ്തുവാണ് സാളഗ്രാമം. പ്രത്യേകിച്ച് ഭാരതത്തിൽ എല്ലാ ക്ഷേത്രങ്ങളിലും, അത് ശൈവ ശാക്തേയ വൈഷ്ണവ ഭേദമന്യേ സകല ക്ഷേത്രങ്ങളിലും സാളഗ്രാമത്തിൻ്റെ സാന്നിധ്യമുണ്ട്. എല്ലാ പൂജകരും, അർച്ചകരും, വൈദികരും, താന്ത്രികരും സാളഗ്രാമം ഉപയോഗിക്കുന്നുണ്ട്. സാളഗ്രാമത്തിൻ്റെ ഒരു മഹാത്മ്യം എന്താണെന്ന് വെച്ചാൽ, സാധാരണഗതിയിൽ നമുക്കൊരു വിഷ്ണു പൂജ ചെയ്യണമെങ്കിൽ ആ വിഷ്ണുവിന് യോജിച്ചതായിട്ടുള്ള ഒരു പീഠം നിർമ്മിച്ച് ആ പീഠത്തെ പൂജിച്ച് പീഠത്തിലേക്ക് ദേവചൈതന്യം ആവാഹിക്കാനുള്ളൊരു മാധ്യമം, അതായത് പത്മമോ പീഠമോ എന്തെങ്കിലും ഒന്ന് വെച്ച് അതിലേക്ക് ആവാഹിച്ച് വിഷ്ണുവിന് ഉപചാരങ്ങളെ കൊടുത്ത് പൂജിക്കണം. ഈ സാളഗ്രാമം ഉണ്ടെങ്കിൽ ഇതൊന്നും വേണ്ട, ഒന്നും വേണ്ട. കാരണം പ്രകൃതിയാൽ തന്നെ പ്രാണപ്രതിഷ്ഠ ചെയ്യപ്പെട്ട വിഷ്ണു വിഗ്രഹമാണ് സാളഗ്രാമം. വിഷ്ണുവിൻ്റെ അതേ ചൈതന്യങ്ങൾ സാളഗ്രാമത്തിലുണ്ട്. അതെ. 12 സാളഗ്രാമം കയ്യിൽ സൂക്ഷിച്ചാൽ ഒരു മഹാക്ഷേത്രത്തിന് തുല്യമാണെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ ഗുരുവായൂർ പോലെയൊക്കെയുള്ളൊരു മഹാക്ഷേത്രമായിട്ട് 12 സാളഗ്രാമത്തെ കണക്കാക്കണം. പക്ഷെ അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്തെ പരിപാലിക്കാൻ വളരെ ബുദ്ധിമുട്ടല്ലേ? സാളഗ്രാമത്തിന് സാധാരണഗതിയിൽ ഒരു ക്ഷേത്രത്തിന് വേണ്ടതായിട്ടുള്ള ഒരു ചിട്ടവട്ടങ്ങളും സാളഗ്രാമത്തിന് ആവശ്യമില്ല. ചെറിയൊരു അഭിഷേകം, ഒരു നിവേദ്യം, ഇത്രേ സാളഗ്രാമത്തിന് പതിവുള്ളൂ. ചിലയിടത്ത് നിവേദ്യവും പതിവില്ല, അഭിഷേകവും വിളക്കും മാത്രമേ പതിവുള്ളൂ. അത്രേ ആവശ്യമുള്ളൂ. സാളഗ്രാമം കൊണ്ട് സാളഗ്രാമ ശുദ്ധി എന്ന് പറയും. ചില പീഠങ്ങളിലൊക്കെ നമ്മൾ സാളഗ്രാമം കാണാം. എല്ലാ ക്ഷേത്രങ്ങളിലും, പ്രത്യേകിച്ച് ദേവീക്ഷേത്രങ്ങളിലൊക്കെ സാളഗ്രാമം പീഠത്തിൽ തന്നെ ഉണ്ടാവാറുണ്ട്. അതിൻ്റെ കാരണം ആ സാളഗ്രാമത്തിൻ്റെ സ്പർശം കൊണ്ട് അവിടെ ശുദ്ധിയായിട്ടിരിക്കുന്നു, അശുദ്ധി ബാധിക്കാതിരിക്കുന്നു എന്നാണ് വിശ്വാസം. സാളഗ്രാമം പല വിധത്തിലുണ്ട്. മഹാവിഷ്ണുവിൻ്റെ എല്ലാ അവതാരങ്ങൾക്കും പറഞ്ഞുകൊണ്ട്, അവതാരങ്ങളുടെയും പേരിൽ സാളഗ്രാമമുണ്ട്. അത് കൂടാണ്ട് വിഷ്ണുവിൻ്റെ 12 നാമങ്ങൾ, 12 നാമങ്ങളെ കൊണ്ട് പറഞ്ഞുകൊണ്ട് സാളഗ്രാമമുണ്ട്. സുദർശനം പ്രത്യേകമായിട്ട് തന്നെ സാളഗ്രാമമായിട്ട് പറയാറുണ്ട്. ഇത് കൂടാതെ എല്ലാ ദേവതകൾക്കും, ദുർഗയ്ക്കുൾപ്പെടെ സാളഗ്രാമത്തെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അത് കണ്ടുപിടിച്ചെടുക്കാൻ എന്നുവെച്ചാൽ ഏത് സാളഗ്രാമം ആരുടെയാണെന്ന് കണ്ടുപിടിച്ചെടുക്കാൻ, പ്രത്യക്ഷത്തിൽ കണ്ടുപിടിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ എല്ലാ ദേവതകൾക്കും യോജിച്ചതായിട്ടുള്ള സാളഗ്രാമം കിട്ടും. സാളഗ്രാമം കിട്ടാനുണ്ട്. അതെങ്ങനെയാണ്? ഒരു കല്ല് തന്നെയല്ലേ ഈ സാളഗ്രാമം എന്ന് പറയുന്നത്? സാളഗ്രാമം ഒരു അവസാദ ശില, ഫോസിൽ സ്റ്റോൺ ആണ്. അതായത് അമ്മോണൈറ്റ് ക്രിസ്റ്റലായിട്ടാണ് അമ്മോണൈറ്റ് ഫോസിലായിട്ടാണ് നമ്മൾ പൊതുവെ കണക്കാക്കാറ്. കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പേ ഉള്ള ഒരു ജീവിയുടെ ഫോസിലാണ് സാളഗ്രാമം എന്ന് പറയുന്നത്. അത് നമ്മൾ 108 വൈഷ്ണവ തിരുപ്പതി ക്ഷേത്രങ്ങളിലെ 106ാമത്തെ ക്ഷേത്രമായിട്ടുള്ള മുക്തിനാഥ ക്ഷേത്രത്തിലെ ദാമോദർ കുണ്ട്, അവിടെയാണ് സാളഗ്രാമം കിട്ടുന്നത്. പിന്നെ കുറച്ചുകൂടി മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ മസ്താങ് ജില്ല, നേപ്പാളിലെ മസ്താങ് ജില്ലയിൽ നിന്ന് വീണ്ടും 5 ദിവസത്തെ ട്രെക്കിങ്ങിന് പോയി കഴിഞ്ഞാൽ അവിടെ സുദർശൻ കുണ്ട് എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. സുദർശൻ കുണ്ടിൽ സാളഗ്രാമം അവൈലബിൾ ആണ്, കിട്ടാനുണ്ട്. പക്ഷേ
വളരെ ദുർഘടമാണ്. നമുക്ക് സാധാരണ കിട്ടുന്നതെല്ലാം തന്നെയും ഈ ദാമോദർ കുണ്ടും അവിടെ ഗണ്ഡകി നദിയുടെ ഉത്ഭവസ്ഥാനാണ്. അവിടെ നിന്നാണ് സാളഗ്രാമം കിട്ടുന്നത്. ആ സാളഗ്രാമം കൊണ്ടുവന്നിട്ട് അതുകൊണ്ട് വിഗ്രഹങ്ങൾ ഉണ്ടാക്കാറുണ്ട്. ഇപ്പോൾ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത് 12,000 സാളഗ്രാമ ശിലകളെ കൊണ്ടാണ്. അത് പ്രശസ്തമായിട്ടുള്ള കാര്യമാണ്. കടിശർക്കര യോഗത്തിലാണ് വിഗ്രഹം ചെയ്തത് എന്ന് പറഞ്ഞാൽ അതിനെ കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ട് പൊതിഞ്ഞെടുത്തിരിക്കുകയാണ്. കടിശർക്കര യോഗം കൊണ്ട് പൊതിഞ്ഞെടുത്തിരിക്കുകയാണ് രൂപത്തിൽ, അതായത് വിഗ്രഹത്തിൻ്റെ രൂപത്തിലേക്ക് ആക്കി എടുത്തിരിക്കുന്നത്. പിന്നീടാണ് ഈ രൂപത്തിൽ കൊത്തുന്നത്. രൂപത്തിൽ കൊത്തിയെടുക്കല്ല, അത് നമ്മൾ കളിമണ്ണ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നത് പോലെ മോൾഡ് ചെയ്തെടുക്കണം. അതിനുള്ളിൽ സാളഗ്രാമമുണ്ട്. 12,000 സാളഗ്രാമങ്ങളെ വെച്ചിട്ടുണ്ട്. പ്രധാനപ്പെട്ട ഗ്രന്ഥികളുടെ എല്ലാ സ്ഥാനത്ത് അതുമായിട്ട് യോജിക്കുന്ന സാളഗ്രാമം, ഹൃദയത്തിൻ്റെതായ സ്ഥാനത്ത്, വൃക്കകളുടെ സ്ഥാനത്ത്, നട്ടലിൻ്റെ സ്ഥാനത്ത് ഒക്കെ സാളഗ്രാമങ്ങളെ വെച്ചിട്ടാണ് ആ വിഗ്രഹം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം സാളഗ്രാമം എന്ന് പറയുന്നത് പ്രത്യക്ഷ വിഷ്ണു സ്വരൂപമാണ്. കയ്യിൽ സൂക്ഷിക്കുകയാണെങ്കിൽ അഭിഷേകവും ഒരു നിവേദ്യവും വേണ്ടതാണ്. അതായത് സാധാരണ ഒരു വിഷ്ണു പൂജ എന്നും കഴിക്കുന്നതിന് തുല്യമാണ് സാളഗ്രാമത്തിന് ഒരു വിളക്ക് വയ്ക്കുകയും നിവേദ്യം ചെയ്യുകയൊക്കെ ചെയ്യുമ്പോൾ. ആളുകളെ സംബന്ധിച്ച് പേടിയാണ് പല കാര്യത്തിലും. അതായത് ഇപ്പോൾ വീട്ടിൽ വെച്ച് പൂജാമുറിയിൽ കൊണ്ടുവച്ച് പൂജിക്കുന്നു, ആദ്യത്തെ തവണയൊക്കെ പൂജിക്കുന്നു, പിന്നീട് ചിലപ്പോൾ അവർക്ക് പൂജിക്കാൻ പറ്റാതാകുന്നൊരു സാഹചര്യം വരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർ എന്താണ് ചെയ്യേണ്ടത്? സാളഗ്രാമം ഉത്തമനായിട്ടുള്ള ഒരു കർമ്മിക്ക് അല്ലെങ്കിൽ ഒരു പൂജകന് ദാനം ചെയ്യാം. സാളഗ്രാമത്തിൻ്റെ രസം, സാളഗ്രാമം മോഷ്ടിച്ചാലും പാപമില്ലെന്നാണ് പറയുന്നത്. അപ്പം ഇദ്ദേഹത്തിൻ്റെ വീട്ടിലിരിക്കുന്ന സാളഗ്രാമം എനിക്ക് കണ്ടപ്പോൾ ഇഷ്ടം തോന്നി, ഞാൻ മോഷ്ടിച്ചുകൊണ്ട് പോയാലും അതിന് പാപമില്ല, അത്ര എന്നെ പരിപാലിച്ചാൽ മതി എന്നാണ് പറയുന്നത്. സാളഗ്രാമത്തിന് അങ്ങനെ വരും പറയാറുണ്ട്. അപ്പം ആർക്കെങ്കിലും ദാനം കൊടുക്കുകയോ ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കുകയോ ഒക്കെ ചെയ്യാറുണ്ട്. ഇതിന് കൊടുക്കേണ്ട നിവേദ്യങ്ങൾ എന്തൊക്കെയാണ്? സാധാരണ വിഷ്ണു ക്ഷേത്രങ്ങൾക്കുള്ള പോലെ തന്നെ ചവലും മലരും പഴമൊക്കെയാണ് നിവേദിക്കാറ്. കദളിപ്പഴം നിവേദിക്കാറ്. അല്ല, വീട്ടിലൊക്കെ ആകുമ്പോൾ ദിനം പ്രതി പായസം കൊടുക്കാനും അല്ലെങ്കിൽ അത്രയൊന്നുമില്ല, ബുദ്ധിമുട്ടല്ലേ? നമ്മൾ കൊടുക്കുന്ന നിവേദ്യം ഏത് ഭാവനയിൽ കൊടുക്കുന്നു അത് വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. അതിന് ഒരു ചെറിയ കഥ എന്താണെന്ന് വെച്ചാൽ, ഒരു ബ്രാഹ്മണൻ അല്ലെങ്കിൽ ബ്രാഹ്മണൻ ആയിട്ടുള്ള ഒരാൾ, അയാൾ ഒരു രാജാവിന് എൻ്റെ അടുത്ത് ഒരു പൂജയ്ക്കായിട്ട് വന്നു. പൂജ കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒന്ന് കാശി വരെ പോവാണ്, എൻ്റെ കയ്യിലൊരു സാളഗ്രാമമുണ്ട്, അപ്പോൾ അതെനിക്ക് കൊണ്ടുപോകുന്ന വഴി ഇതിൻ്റെ പരിപാലനം ബുദ്ധിമുട്ടായതുകൊണ്ട് തന്നെ രാജാവ് ഇതൊന്ന് സംരക്ഷിക്കണം. ഞാൻ 1 മണി അരിയാണ് ദിവസവും നിവേദിക്കുന്നത്, അത് ചെയ്താൽ മതി. അഭിഷേകം ചെയ്യുക, 1 മണി അരി നിവേദിക്കുക. രാജാവ് ഏറ്റെടുത്തു. അങ്ങനെ അഭിഷേകം ചെയ്യുന്നു, പുള്ളി നിവേദിക്കുന്നു. എന്നും രാത്രിയാകുമ്പോൾ ഒരു കരച്ചിൽ കേൾക്കും, എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു, എനിക്ക് വിശക്കുന്നു. അപ്പം രാജാവ് ഇത് കുഴപ്പത്തിലായി. ആഴ്ചകളോളം ഇത് കേട്ടപ്പോൾ ഇദ്ദേഹം പ്രശ്നം വെച്ചു. അപ്പോൾ പറഞ്ഞു, കയ്യിലൊരു സാളഗ്രാമമുണ്ട്, അതാണ് പ്രശ്നം ഉണ്ടാക്കുന്നത്. അദ്ദേഹത്തിന് നിവേദ്യം മതിയാകുന്നില്ല. നിവേദ്യം കൂട്ടി. പിറ്റേ ദിവസം മുതൽ വലിയ പടയിൽ പായസവും പാൽപ്പായസവും ശർക്കര പായസവും ഒക്കെ നിവേദിക്കാൻ തുടങ്ങി. വലിയ അളവിൽ നിവേദിക്കാൻ തുടങ്ങി. അപ്പോഴും കരച്ചിൽ മാറുന്നില്ല. എന്നും സ്വപ്നദർശനമാണ്, ഇത് കരയുന്നതായിട്ട് കാണുകയാണ് പുള്ളി. അങ്ങനെ ഇത് വലിയ അളവിൽ നിവേദ്യം, ഇത് എവിടെ വരെ പോകുന്ന നോക്കാൻ വേണ്ടിയിട്ട് കണക്കിന് നിവേദ്യങ്ങൾ കൊണ്ട് നിവേദിക്കാൻ തുടങ്ങി. എന്നിട്ടും കരച്ചിൽ മാറുന്നില്ല. അവസാനം കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ കാശിക്ക് പോയ കക്ഷി തിരിച്ചെത്തി. അപ്പോൾ രാജാവ് പറഞ്ഞു, എന്ത് പണ്ടാരമാണ് താൻ തന്നത്, എനിക്ക് ഇത് നാട് മുടിഞ്ഞു പോകും, അത്രയും നേദ്യം ഇതിന് കൊടുത്തിട്ട് മതിയാകുന്നില്ല. അപ്പം അങ്ങനെയല്ല, ഞാനൊരു മണി അരിയെ നേദിക്കാറുള്ളൂ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് അദ്ദേഹം 1 മണി അരി നിവേദിച്ചപ്പം സാളഗ്രാമത്തിന് പരാതി തീർന്നു. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചതെന്ന് ചോദിച്ചപ്പം രാജാവ് നിവേദിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ രാജാവ് എല്ലാം കൊണ്ടുവയ്ക്കുന്നു, സാധാരണ പോലെ മന്ത്രപരിഷേകം ചെയ്യുന്നു, പ്രാണാഹുതി ചെയ്യുന്നു. അപ്പം ഇയാൾ പറഞ്ഞു, ഇങ്ങനെയല്ല, ഞാൻ ഈ പ്രപഞ്ചത്തിലുണ്ടായ സകല നിവേദ്യ വസ്തുക്കളെയും സകല ആഹാര സാധനങ്ങളെയും ഈ അരിയിലേക്ക് സങ്കല്പിക്കും, ആവാഹിക്കും, എന്നിട്ടാണ് നിവേദിക്കുന്നത് 1 മണി അരിയിൽ. അപ്പോൾ അതുകൊണ്ട് അതിന് തൃപ്തിയാവും. അവിടെ ആ ചിന്ത കൊടുക്കണം. നിവേദിക്കുന്ന സാധനം ഇന്ന് അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിലുള്ള സകല രസങ്ങളെയും കൂടെ ചേർത്ത് വേണം നിവേദിക്കാൻ. അങ്ങനെ നിവേദിക്കുമ്പോൾ മാത്രമേ ദേവതയ്ക്ക് പ്രീതി വരുള്ളൂ. നിവേദ്യത്തിൻ്റെയും കൂടെ രഹസ്യമാണിത്. അപ്പോൾ സാളഗ്രാമം നിങ്ങൾ കൊണ്ടുപോയി പരിപാലിക്കുമ്പോൾ എന്ത് നിവേദിക്കണം എന്നുള്ളതല്ല, എങ്ങനെ നിവേദിക്കണം എന്നുള്ളതാണ് നിവേദ്യത്തിൽ കൊടുക്കുന്ന ആ സങ്കല്പത്തിനാണ് ഇമ്പോർട്ടൻസ്. പിന്നീട് ഈ സാളഗ്രാമം, അതായത് കൗതുകത്തിന് വാങ്ങിക്കുന്ന ആളുകളുണ്ട്. സാളഗ്രാമം വീട്ടിൽ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ ഐശ്വര്യങ്ങൾ വരുമെന്നൊക്കെ കേട്ട് കൗതുകത്തിന് വാങ്ങിച്ച് കൊണ്ടുവെക്കുന്ന ആളുകളുണ്ട്. ഇതുകൊണ്ട് എന്തെങ്കിലും അവർക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ പിന്നീട്, വെറുതെ വീട്ടിൽ കൊണ്ടുവച്ചേക്കുന്നത് കൊണ്ട്? വിഷ്ണു പൂജ ചെയ്യേണ്ട ആളുകൾ ഇത് സൂക്ഷിച്ചാൽ മതി, അല്ലാത്തവർക്ക് എന്തിനാണിത്?
ഇത് പേപ്പർ വെയിറ്റ് പോലെ വെക്കാവുന്ന ഒരു സാധനമല്ല. കൊണ്ടുപോയാൽ ഇതിന് ഈ പറഞ്ഞ പോലെ ഊണും പൂജയൊക്കെ വേണം. അപ്പോൾ അത് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം കൊണ്ടുപോയാൽ പോരെ. അല്ലാതെ കൊണ്ടുപോകുന്ന ആളുകൾക്ക് എന്തെങ്കിലും വിഷയങ്ങളോ ദോഷങ്ങളോ അങ്ങനെ കാലക്രമേണ നിവേദ്യമൊക്കെ മുട്ടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാം. മുമ്പ് വേറൊരു കഥയുണ്ട്. ഒരാൾ അയാളുടെ വീട് ഷിഫ്റ്റ് ചെയ്തു. അപ്പോൾ വണ്ടിയുടെ മുകളിൽ ഒരു കൊണ്ടുപോയ കൂട്ടത്തിൽ അവരുടെ ഒരു സാളഗ്രാമം ഒരു മുറുക്കാഞ്ചല്ലത്തിനകത്തുണ്ടായിരുന്നു. മുത്തശ്ശൻ്റെ സാളഗ്രാമം. ഇത് മുറുക്കാഞ്ചല്ലം തുറന്ന് ഇത് ചാടിപ്പോയി. ഇത് ചാടി ഉരുണ്ട് ഒരു ഇറച്ചിക്കടയുടെ മുമ്പിൽ വീണു. അപ്പം ഈ ഇലയിലാണല്ലോ പണ്ടൊക്കെ പൊതിഞ്ഞു കൊടുത്തിരുന്നത്. അപ്പോൾ ഈ ഇല പറന്നു പോയിരിക്കാൻ വേണ്ടി ഈ ഇറച്ചിക്കടക്കാരൻ ഇതെടുത്ത് ഇതിൻ്റെ മുകളിൽ വയ്ക്കും. എല്ലാ ദിവസവും ഇതിൽ കുറേ സമയം ഈ രക്തം പറ്റും, മാംസം പറ്റും. അങ്ങനെ ഒരു ദിവസം ഒരാൾ അതിൽ പോയപ്പോൾ അദ്ദേഹത്തിന് ഈ സാളഗ്രാമം കണ്ട് മനസ്സിലായി, ഇത് സാളഗ്രാമമാണല്ലോ, ഇത് ഇങ്ങനെ ഇറച്ചിക്കടയിൽ വന്നു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാനിങ്ങനെ ഉരുണ്ട് വന്നു കണ്ട് ഉരുളങ്കല്ലല്ലേ എടുത്തു വെച്ചു. അങ്ങനെ ഇദ്ദേഹം പണം കൊടുത്ത് അവിടുന്ന് വാങ്ങി അഭിഷേകമൊക്കെ ചെയ്ത് നാൽപ്പാമരത്തിലൊക്കെ ശുദ്ധിയൊക്കെ ചെയ്ത് ഉറ്റുമണ്ണൊക്കെ ഇട്ട് കഴുകി ഇത് എടുത്തുകൊണ്ട് പോയി വെച്ച് പാൽപ്പായസമൊക്കെ ഉണ്ടാക്കി നേരിക്കാൻ തുടങ്ങി. അങ്ങനെ വീട്ടിൽ അനർത്ഥങ്ങളൊക്കെ തുടങ്ങി. അപ്പോൾ പരിശോധിച്ചപ്പോൾ പറഞ്ഞു, ഇദ്ദേഹത്തിന് അതൊന്നും അല്ല ആവശ്യം, പുള്ളിക്ക് കിട്ടിക്കൊണ്ടിരുന്ന സാധനങ്ങൾ വേറെയാണ്. അപ്പോൾ അത് കൊടുത്താലേ ഇനി രക്ഷയുള്ളൂ. രസകരമായൊരു കഥ. അപ്പോൾ അനർത്ഥം ഉണ്ടാവാനായിട്ട് നല്ലത് ചെയ്താലും വരും. അപ്പോൾ അവനവൻ്റെ കയ്യിലിരിക്കുന്ന അല്ലെങ്കിൽ കിട്ടുന്ന സാളഗ്രാമം എങ്ങനെ വന്നതാണ്, എവിടുന്ന് കിട്ടിയതാണ്, ആര് ഉപയോഗിച്ചിരുന്നതാണ്, ആര് ദാനം ചെയ്തതാണ്, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കിട്ടിയാൽ മാത്രമേ ഐശ്വര്യം ഉണ്ടാവുമെന്ന് കരുതി കൊണ്ടുവച്ച് നേരെ തന്നെ പൂജ തുടങ്ങുക, ഏതെങ്കിലും ആക്രിക്കടയിൽ നിന്ന് കിട്ടിയതെടുത്ത് വീട്ടിൽ കൊണ്ടുവയ്ക്കുക, ഇതൊന്നും അത്ര ശരിയായ ഒരു നടപടിയല്ല. പരിശോധിച്ചതിന് ശേഷം ആകാം. എവിടെ കണ്ട കല്ലും എടുത്തുകൊണ്ട് പോകരുത്. ഇല്ല, എല്ലാം സാളഗ്രാമം ആയിരിക്കണം എന്നും കൂടി നിർബന്ധമില്ല. സാളഗ്രാമത്തിന് ഇരിപ്പ്, മിനിപ്പ്, തണുപ്പ്, 3 പ്പ്. അതിൻ്റെ ഒരു ഇരിപ്പ്, അതിലൊരു ചെറിയ മിനിപ്പുണ്ടാവും, തണുപ്പുണ്ടാവും, കറുപ്പ് നിറം കൂടി ഉണ്ടാവും. ഇങ്ങനെ കുറേ ലക്ഷണങ്ങളുണ്ട് സാളഗ്രാമത്തിന്. അത് ഉണ്ടെങ്കിലേ സാളഗ്രാമമാവുള്ളൂ. എല്ലാ കല്ലും സാളഗ്രാമമാണ്. പക്ഷേ ഇന്ന് വിൽക്കുന്ന പല കല്ലുകളും സാളഗ്രാമം അല്ലല്ലോ. അല്ല, മിക്കവാറും എല്ലാം കാണുന്നത് ഒരു കറുത്ത നിറത്തിലുള്ള കോഴിമുട്ടയുടെ ആകൃതിയിലുള്ള ഉരുണ്ട ഒരു കല്ലാണ്. അത് ബ്ലാക്ക് അഗേറ്റ് എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽപ്പെട്ട സ്റ്റോണാണ്. അത് സാളഗ്രാമമല്ല, പ്രതിഷ്ഠായോഗ്യമായ ഒരു ശിലയാണ്. അത്രയേ ഉള്ളൂ. നമുക്ക് എന്തെങ്കിലും ദേവതകളെയൊക്കെ കുടിയിരുത്താനോ പ്രതിഷ്ഠിക്കാനോ ഒക്കെ ഉപയോഗിക്കാം. അതിനപ്പുറത്തേക്ക് അതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. സാളഗ്രാമമല്ല അത്. സാളഗ്രാമത്തിന് അത്രയും ആ ഒരു ആകൃതിയല്ല, പല ആകൃതിയിലാണ് സാളഗ്രാമം ഇരിക്കുന്നത്. അതുകൂടാതെ അങ്ങ് പറഞ്ഞിരുന്നല്ലോ, ഇപ്പോൾ ദേവിമാർക്ക് അവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സാളഗ്രാമമുണ്ട്, അല്ലെങ്കിൽ ദേവന്മാർക്ക് വ്യത്യസ്തമുള്ള. അതെങ്ങനെയാണ് ഈ ഡിഫൈൻ ചെയ്യുന്നത്, ഈ സാളഗ്രാമങ്ങൾ ഇന്ന ആൾക്ക് ഇന്നതാണ് അനുയോജ്യമെന്ന്? നേരത്തെയൊക്കെ ഇത് കണ്ടാൽ മനസ്സിലാക്കുന്ന അത്രയും തപസ്വികളായിട്ടുള്ള ആളുകൾ ഉണ്ടായിരുന്നു. ഇപ്പം നമുക്ക് അത്രയും ആളുകളൊന്നും അവൈലബിൾ അല്ല. അത്രയും ഇതിനെപ്പറ്റി ജ്ഞാനികളായിട്ടുള്ളവരില്ലാത്തത് കൊണ്ട് ഇപ്പം നമ്മൾ സാധാരണ ഒഴിവ് നോക്കി അതിൻ്റെ ചൈതന്യം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടൊക്കെയാണ് ഇപ്പം ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് പ്രശ്നം വെച്ച് നോക്കുമ്പോൾ അറിയാൻ കഴിയും ഇതിൻ്റെ ഊർജ്ജം എന്താണ്, ഇതിൻ്റെ ശക്തി എന്താണെന്ന്. അതെ, അറിയാൻ പറ്റും. എനിക്ക് ഈ ഇടയ്ക്ക് 2 സാളഗ്രാമം കിട്ടി. 2 വർഷത്തിന് മുമ്പ് എൻ്റെ ഒരു സുഹൃത്തിൻ്റെ മഠത്തിൽ ചെന്നപ്പം അവിടെ നിന്ന് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഡോ ആ സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, ഓടി വാ എന്ന് പറഞ്ഞ് വിളിച്ചു. ഞാൻ അവിടെ ചെന്നപ്പം നേപ്പാളിൽ നിന്ന് വന്ന ഒരു ഭായി അവിടെ ഇരിപ്പുണ്ട്. എനിക്ക് ആളെ കണ്ടിട്ട് മനസ്സിലാവണില്ല. അപ്പോൾ പറഞ്ഞു, താൻ പറഞ്ഞിട്ടല്ലേ അത് കൊണ്ടുവന്നത്, സാളഗ്രാമം കൊണ്ടുവന്നത്, വേണ്ടേ ഇപ്പോൾ? അപ്പം ശരി, ഞാൻ പറഞ്ഞോ? പറഞ്ഞില്ലേ? പറഞ്ഞു, എന്നാൽ തന്നേക്കാൻ പറഞ്ഞു. അപ്പം അയാൾക്കൊരു സംഖ്യ കൊടുക്കണം, പൈസ കൊടുക്കണം. അത് ഞാൻ അപ്പോഴേ കൊടുത്തു. ഈ 2 ഞാൻ കയ്യിൽ വാങ്ങി കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് കുട്ടി വന്നു, പയ്യൻ. അവൻ വന്നിട്ട് പറഞ്ഞു, ചേട്ടാ അച്ഛാ ഇയാളല്ല, ഇങ്ങനെ ചേട്ടനല്ല പറഞ്ഞത്, നമ്മുടെ അവിടുത്തെ അദ്ദേഹത്തിൻ്റെ അമ്പലത്തിലേക്ക് ഈശാന്തി ചേട്ടനാണ് പറഞ്ഞത്. അയ്യോ എന്നാൽ തിരിച്ചു തന്നേക്കാം. ഇനി തിരിച്ചു തരത്തില്ല എന്ന് പറഞ്ഞു. കാരണം എൻ്റെ കയ്യിൽ അന്നത്തെ ദിവസം വ്യാഴാഴ്ച മറ്റായിരുന്നു, അന്ന് കിട്ടിയ സാളഗ്രാമം ഞാൻ തിരിച്ചു കൊടുക്കുന്നത് ശരിയല്ലാത്തതുകൊണ്ട് ഞാനത് കൊണ്ടുപോയി. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിങ്ങനെ അഭിഷേകം ചെയ്യുകയൊക്കെ ചെയ്തു. പിന്നെ ഞാൻ പരിശോധിച്ചു. അപ്പം 1 നരസിംഹം, 1 ഹനുമാനും. അങ്ങനെ ഒഴിവിൽ കണ്ടു, അത് മനസ്സിലാക്കി. പിന്നെ ഹനുമാൻ സേവയുള്ള ഒരാൾ തന്നെ അത് കൊണ്ടുപോയി. കൊണ്ടുപോയില്ല. അദ്ദേഹം വന്നപ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, അത് ഹനുമാൻ തന്നെയാണ്, ഹനുമാൻ സ്വാമിയുടെ ചൈതന്യമുള്ള സാളഗ്രാമമാണ്. ഇപ്പോൾ അത് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ അതിനെന്നും അഭിഷേകം ചെയ്യും, ചെറിയ നൈദ്യമൊക്കെ ഉണ്ട്. അങ്ങനെ കൊണ്ടുനടക്കുന്നുണ്ട് കൂടെ 2 പേരെയും. നേരത്തെ തന്നെ സാളഗ്രാമം ഉണ്ടായിരുന്നു. ഈ സുദർശന സാളഗ്രാമം, ഒരു നാരായണ സാളഗ്രാമം ഉണ്ടായിരുന്നു. ആ 2 സാളഗ്രാമങ്ങളുടെ കൂടെ ഇപ്പോൾ ഈ 2 കൂടി. ഒരുപാട് സാളഗ്രാമങ്ങളാകുമ്പോൾ എങ്ങനെയാണ് നമുക്ക് അതിന് നിവേദ്യം കൊടുക്കാൻ? എല്ലാം ഒരുമിച്ചാണ്.
സാളഗ്രാമങ്ങളെല്ലാം ഒരുമിച്ച് ഒറ്റ നേദ്യമാണ്. അല്ല, ഇപ്പൊ പ്രത്യേകം പോലും വേണം. അങ്ങ് പറഞ്ഞല്ലോ ഇതെല്ലാം വ്യത്യസ്ത ദേവതാ ചൈതന്യങ്ങളാണ്. അപ്പൊ നമ്മളൊരു ദേവതാ ചൈതന്യത്തെ സങ്കല്പിച്ചല്ലേ ഈ ഇപ്പോ എല്ലാവരും നിവേദ്യം അഷ്ടാക്ഷരി മന്ത്രം കൊണ്ട് തന്നെയാണ്. സാളഗ്രാമം പൊതുവെ എല്ലാ അഷ്ടാക്ഷരി വേറൊന്നും ഉപയോഗിക്കാറില്ല. എല്ലാം ഒരു സാളഗ്രാമത്തിന് ഒരു അഭിഷേക പീഠമുണ്ട്, ഒരു വൃത്താകൃതിയിലുള്ള ഓടുകൂടിയൊരു പീഠം, അതാണ് പതിവ്. അതിൽ എല്ലാം വയ്ക്കും, ഒരുമിച്ച് അഭിഷേകം ചെയ്യും, എല്ലാവർക്കും ചന്ദനവും പൂവും ചൂടിക്കും. തുളസിയുടെ ഒരു ഇലയും ചന്ദനം, അരച്ച ചന്ദനവും കൂടെ ചേർത്ത് ചൂടിക്കും. പിന്നെ എല്ലാവരെയും കൂടെ കൂട്ടി ഒരുമിച്ച് നിവേദിക്കും. ചിലപ്പം ചിലയിടത്ത് പ്രത്യേകം നേദിക്കും, ചിലയിടത്ത് അങ്ങനെയല്ല, ചിലയിടത്ത് അത് ഒരുമിച്ച് നേദിക്കാറുമുണ്ട്. അങ്ങനെയും പതിവുണ്ട്, അല്ലാത്ത രീതിയിലും പ്രത്യേകമായിട്ടും പതിവുണ്ട്. അതൊക്കെ അന്നേരത്തെ നമുക്ക് ആദ്യം നമ്മൾ എടുക്കുന്ന തീരുമാനം എന്താണോ അത് തന്നെ പിന്നെ കണ്ടിന്യൂ ചെയ്തു പോകും.